മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. ഈ സുവിശേഷത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമുക്ക് കടന്നുചെല്ലാം. യേശു 2 അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നതും ഊമനായ ഒരു വ്യക്തിക്ക് സംസാരിക്കാനുള്ള ശക്തി നൽകുന്നതുമായ സുവിശേഷ ഭാഗമാണിത്. ഏതാണ്ട് 15 വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയപ്പോൾ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. ഞാൻ യൗസേപ്പിൻ്റെ പണിശാലയുടെ മുമ്പിൽ ചെന്നപ്പോൾ അവിടെ 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഏതാണ്ട് 3 അടി പൊക്കം മാത്രമേ ഉള്ളൂ, അവിടെ ഇരുന്ന് ഫിഷ് യാചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത, യേശുവിൻ്റെ നാട്ടിൽ ഭിക്ഷക്കാരില്ല, വികലാംഗരില്ല, യേശു അവരെയെല്ലാം സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടാകും എന്നതായിരുന്നു. ഞാൻ അവനെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ മനസ്സ് അവനോട് ചോദിച്ചു, യേശു നിന്നെ സുഖപ്പെടുത്തിയില്ലേ? നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ അവൻ എന്നോട് ഇപ്രകാരം പറയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു: സാക്ഷ്യത്തിനായിട്ടാണ് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. രോഗികളും ദരിദ്രരും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന യേശുവിൻ്റെ വചനം ഞാൻ ഓർത്തു. ഏതായാലും പ്രിയപ്പെട്ടവരെ, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി, പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി യേശു ലോകത്തിലേക്ക് വന്നു എന്ന് അവതരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയത്. നമുക്കറിയാം, യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ വിട്ടുകൊണ്ട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? എന്നെ പലപ്പോഴും ഈ ചോദ്യം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം യേശുവിന് വഴിയൊരുക്കുവാനായി ദൈവം മുൻകൂട്ടി അയച്ചവനാണ് യോഹന്നാൻ മാംദാന. യോഹന്നാൻ മാംദാനയ്ക്ക് പോലും ഒരു ലളിതമായ സംശയമുണ്ടായി യേശുവിനെ കുറിച്ച്. അപ്പോൾ യേശു അതിന് മറുപടി പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ കൊണ്ടാണ് യേശു ദൈവപുത്രനാണെന്ന് ലോകം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇന്നും അത്ഭുതകരമായ രോഗശാന്തി പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു. 1960കളിൽ പെന്തക്കസ്ത പ്രസ്ഥാനം ആരംഭിച്ച് അത് കത്തോലിക്ക സഭയിലേക്ക് വ്യാപിച്ച നാൾ മുതൽ എന്നും രോഗശാന്തി, അത്ഭുത രോഗശാന്തി ഒരു തർക്ക വിഷയമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ കുറേയേറെ ധ്യാന കേന്ദ്രങ്ങളും അതിനോടനുബന്ധിച്ച് രോഗശാന്തി ശുശ്രൂഷകളും നടക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് ശരിക്കും രോഗശാന്തി തന്നെയാണോ? ബൈബിളിലെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നവയൊക്കെയും നമ്മുടെ കാഴ്ചപ്പാടിലുള്ള അത്ഭുതങ്ങൾ അല്ല, മറിച്ച് അത് ശരീരത്തിൽ വന്ന സ്വാഭാവികമായ പ്രവർത്തന മാറ്റങ്ങളാണ്. യേശുവിന് തീർച്ചയായും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും.
എന്നാലും ബൈബിൾ പോലും അതിനെ ഒരു അത്ഭുതം എന്ന രീതിയിലല്ല കാണുന്നത്. അതിശയകരമായി കാണേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പ് കാണാത്ത ഒരു പ്രതിഭാസം എന്നൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ അത്ഭുതം എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമെന്ന് തോന്നുന്ന, പ്രകൃതിയുടെ സ്വാഭാവികതയ്ക്ക് ഒരുപാട് അപ്പുറം നിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, ഇപ്പോൾ ഭീമാകരമായ ഒരു കല്ല് നിലത്ത് നിന്ന് അനങ്ങി ആകാശത്തേക്ക് ഉയർന്നു പോയി കഴിഞ്ഞാൽ അതൊരു അത്ഭുതമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു പുഴ ഒഴുകി വന്ന് മലയുടെ മണ്ടയിലേക്ക് അങ്ങ് ഒഴുകിപ്പോകുന്നു എന്ന് കാണുന്നാൽ അതൊരു അത്ഭുതമായി നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. യേശു ഇങ്ങനെ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത്ഭുതങ്ങളെ, ബൈബിളിലെ അത്ഭുതങ്ങളെ കാണുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ്, അതിശയത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ്. ആരോഗ്യമുള്ള ഒരാൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രോഗമൊക്കെ മാറിക്കഴിയുമ്പോൾ അതൊരു അതിശയം നമുക്ക് തോന്നുന്നു. പ്രാർത്ഥിച്ച് സുഖപ്പെട്ടു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം മരിച്ചാലും അയ്യോ ഇത് ഒരു അതിശയമായിരിക്കുന്നല്ലോ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചരമപ്രസംഗത്തിൽ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് മരിച്ചു കഴിയുമ്പോൾ വൈദികൻ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഈ രോഗശാന്തി നൽകുന്നതും രോഗശാന്തി ഒരാൾ മരിക്കുന്നതും എല്ലാം ഒരു ദൈവേഷ്ടപ്രകാരം നടക്കുന്ന കാര്യങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് രോഗശാന്തി നൽകുവാനുള്ള കഴിവുണ്ട്. യേശു അത്ഭുതങ്ങളെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്ഭുതം പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് ബൈബിളിൽ തന്നെ എഴുതിയിരിക്കുന്ന എന്താണ്? അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ രോഗശാന്തി ശുശ്രൂഷകളെ ഒരു മെത്രാന്മാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവരെയൊക്കെ കടിഞ്ഞാനിട്ട് നിയന്ത്രിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അവരെയെല്ലാം മോണിറ്റർ ചെയ്യാനായി ഒരു ബിഷപ്പിനെ സഭ നിയോഗിച്ചിട്ടുണ്ട്. ഒരു വൈദികരും പറയുന്നില്ല വരൂ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്താം, പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് ഓരോ വൈദികനും പറയുന്നത്. ഒരു ഡോക്ടറും പറയുന്നില്ല വരൂ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്താം, മറിച്ച് എന്താണ്? വരൂ ഞാൻ ചികിത്സിച്ച് നോക്കാം എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയിൽ വിശ്വസിക്കുക. നമ്മളാരും വൈദികരോ മറ്റ് പാസ്റ്റർമാരോ മെത്രാന്മാരോ ഒന്നും യേശുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരല്ല. നമ്മൾ യേശുവിന് വേണ്ടി പകരം നിന്ന് ജോലി ചെയ്യുന്നവരാണ്. പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക, ശുശ്രൂഷിക്കുക. ദൈവം സുഖപ്പെടുത്തട്ടെ. താങ്ക് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ.